ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇരിക്കുന്ന കുറച്ച് ഹോട്ട് വീൽസിന്റെ കളക്ഷനെ കാണിക്കാനാണ്. നമ്മുടെ അറൌണ്ട് 27-28 കളക്ഷൻസ് ഇരിപ്പുണ്ട്. ആൻഡ് ഓൾസോ ഇത് എൻ്റെ ബ്രദറിൻ്റെ ആണ്. ലൈക്ക് വ്ളോഗ് എടുക്കാൻ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് അവൻ്റെ റൂമിൽ ഇരുന്നായിരുന്നു, ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ചിലരിലേക്കും എന്താണ് ഹോട്ട് വീൽസ്, വാട്ട് ഈസ് ഹോട്ട് വീൽസ്, എല്ലാവരെയും പറഞ്ഞില്ല, ബോയ്സിനൊക്കെ ലൈക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. എല്ലാവരുടെയും എനിക്കറിയത്തില്ല, മിക്കവരുടെയും അറൌണ്ട് 95% ആൾക്കാരുടെയും ഒരു മോസ്റ്റ് ഫേവറേറ്റ് ഇതാണ്, ടോയ് ആണ്. ആൻഡ് ഇതിനേക്കാട്ടും ഒരുപാട് കൂടുതൽ ഹോട്ട് വീൽസ് ഒക്കെ ചിലവരുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് 27-28 ആണ്. ആൻഡ് ഓൾസോ എന്താണ് ഹോട്ട് വീൽസ് എന്ന് അറിയാത്തവരുമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സോ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് എന്താണ് ഹോട്ട് വീൽസ്. ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ സ്കെയിൽ മോഡൽ കാറുകളും പിന്നെ മറ്റ് ട്രാക്ക് സെറ്റുകളും മറ്റു ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു ടോയ് ബ്രാൻഡ് ആണ് ഹോട്ട് വീൽസ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഇവരുടെ ട്രാക്കിന്റെ വിവിധ തീമുകളെ പറ്റിയാണ്. അവർക്ക് ഒരു 3 ടൈപ്സ് തീമുണ്ട്. ഒന്നാമത്തത് ഐസ്, സെക്കൻഡ് തീയുണ്ട്, മൂന്നാമത്തത് മിന്നൽ ടൈപ്പ് ഉണ്ട്. അങ്ങനെ 3 തരം തീമുകളാണ് ഇവർക്കുള്ളത്. പിന്നീട് ലൈക്ക് ഈ ഹോട്ട് വീൽസിന്റെ കളക്ഷൻ ആക്ച്വലി അവർ ആ ബ്രാൻഡ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് കുട്ടികളിലായിരുന്നു. പക്ഷെ പിന്നീട് അത് വലിയക്കും അതെത്തി. പിന്നെ അവരും അത് ഏറ്റെടുക്കാൻ തുടങ്ങി, അവരും ഇതിൻ്റെ ഒരു കളക്ഷൻ വെച്ച് തുടങ്ങി. അങ്ങനെ കളക്ഷൻ വെച്ച് തുടങ്ങിയതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 27-28 ഹോട്ട് വീൽസ്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്കുള്ളൊരു ഐഡിയ ഹോട്ട് വീൽസിനെ പറ്റി. പിന്നെ നിങ്ങൾക്കുള്ള ഐഡിയയും നിങ്ങൾക്ക് ലൈക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് നമുക്കിനി നമ്മുടെ കയ്യിലിരിക്കുന്ന കളക്ഷൻസിനെ പറ്റി ഞാനൊരു കാണിച്ചു തരാം, ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന കളക്ഷൻസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇരിക്കുന്നത് ഇത്രയും കളക്ഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിന് മേലുണ്ട്, ഇവിടെ ആക്ച്വലി സ്ഥലമില്ലായിരുന്നു, അപ്പോൾ ഞാൻ മേലോട്ട് എടുത്ത് വെച്ചതാണ്. ഇത്രയാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നത്. ഇത് ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ലൈക്ക് പൊടിയാവാതിരിക്കാൻ വേണ്ടി ഒന്ന് കവർ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്ക് അത് ഓപ്പൺ ചെയ്തതാണ്. ഞാൻ ഇതിനപ്പം ഇത് കാണിച്ചു തരാം. ഓരോന്നിൻ്റെ പേര് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ 15 ജാഗ്വാർ F ടൈപ്പ് കാണുന്നുണ്ടോ? ഓക്കെ, F ടൈപ്പ് പ്രോജക്റ്റ് 7 ആണ് ഇത്. കാണുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ 57 ഷെവിയാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ ഡുക്കാട്ടി ഡെസേർട്ട് എക്സ് ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ 3 കാണിച്ചു. ഇനി നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ഈ ഫ്രെയിമിനകത്താണ്. ഇത് ആക്ച്വലി നമ്മൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കാന്തം വെച്ച് അറ്റാച്ച്ഡ് ചെയ്തേക്കാണ്. അപ്പുറത്ത് കാന്തമുണ്ട്. ഇതിനകത്തും കാന്തം വെച്ച് അറ്റാച്ച്ഡ് ചെയ്തേക്കുക. നമുക്കപ്പോൾ ഇതെടുക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. ഇത് ഇതിനകത്ത് ഇടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒന്നും കവർ നമ്മൾ ഇതെല്ലാം അഴിച്ചാൽ പിന്നെ പൊടിയാവും. സോ ഇത് ഞാൻ ഇപ്പോൾ ഗൈസ്, ഇത് ഞാൻ ലൈക്ക് ഓപ്പൺ ചെയ്തിരുന്നതാ. പിന്നെ ഇതിനകത്ത് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുപ്പിച്ചതാ. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കണ്ടോ. സോറി, ഇതെല്ലാം നമ്മുടെ ഡോഡ്ജയുടെ ആണ്. സോറി, ഇതില്ല, ഇത് ഞാൻ പിന്നെ വെച്ചതാണ്. ആക്ച്വലി ഇവിടുത്തത് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട് അടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇത്രയും ഡോഡ്ജയുടെയാണ്. ഇത് ആക്ച്വലി ഒരു സ്മോൾ ടോയ്, ഐ ഡോണ്ട് നോ, ഇതിൻ്റെ പേരൊന്നും ഇല്ല. ഇത് സിമ്പിൾ ടോയ്. അപ്പോൾ ഇത് ഞാൻ അതിനകത്ത് വെച്ചു. സോറി, തിരിച്ച അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇത് വന്നിട്ട് 76 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോവറ്റിൻ്റെത്. ഇത് 76 ഗ്രീൻവുഡ് കോവറ്റ് ആണ്. എനിക്ക് ഏറ്റവും ലൈക്ക് ഫേവറേറ്റ് ആയൊരു സാധനം ഇതിനകത്തിരിപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 76 ഗ്രീൻവുഡ് കോവറ്റ്. ഉണ്ടല്ലോ, ഇതെടുക്കാം. കുറച്ച് എടുക്കാൻ കുറച്ച് പാടാണ്. ഇത് വന്നിട്ട് നമ്മുടെ പോർഷെയാണ്. പോർഷെ 904 Carrera GTS പോർഷെ. ഷോയും ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക് കുറച്ച് ഫോക്കസിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, എനിക്കിനി നെക്സ്റ്റ് നമ്മുടെ ഈ അല്ലാണ്ട് നമ്മൾ കവർ ചെയ്യുന്ന എടുത്ത കുറച്ച് 2-3 സാധനങ്ങൾ ഇരിപ്പുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ആൻഡ് ദിസ് ഈസ് മിനി കൂപ്പർ. നമ്മുടെ മിനി കൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വന്നിട്ട് GMC ഹമ്മറിൻ്റെ ആണ്. ആക്ച്വലി GMC ഹമ്മർ. ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് വന്നിട്ട് 87 ഡോജെ D100 ആണിത്. എന്താ ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. ഞാൻ കാണിക്കാനാണ്. ഓക്കെ, ഇത് സ്റ്റുഡ്ബേക്കയാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ നേരത്തെ കുറച്ചായിട്ട് മുന്നേ കാണിച്ചിരുന്നത്. 87 ഡോജെ D100 ഇതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 10 ക്യാമറോ SS. 10 ക്യാമറോ SS ആണ് ഈ സംഭവം. നെക്സ്റ്റ് വൺ ഈസ് ഡെലോറിയൻ ആൽഫാസ്. കണ്ടോ, ഡെലോറിയൻ ആൽഫാസ് ഇതാണ്. 69 മെർക്കുറി കോഗർ എലിമിനേറ്റർ. കണ്ടോ, ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ജസ്റ്റ് എ ടോയ്. ലൈക്ക് കണ്ടോ, ഓ സോറി, ഇത് ആക്ച്വലി ഊരി വന്നു. ഇവിടെ ഒട്ടിച്ചിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് മാഡ് മൈക്ക് ഡ്രിഫ്റ്റ് അറ്റാക്ക്. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. അത് നെക്സ്റ്റ് ഇത് ഒരു JCB. നമ്മുടെ കിൻഡർ ജോയുടെ ഒക്കെ സംഭവത്തിൽ അതുപോലെ ഒരു JCB. സോ JCB 50 മാസ്ഡ മിക്സ് 5 മിയാറ്റയാണ്. ഇതും നല്ല അടിപൊളി ലുക്കാണ് സാധനം. എനിക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ ഗ്ലോറി ചേസർ. സോറി, അടുത്തെന്ന് പറഞ്ഞാൽ ഗ്ലോറി ചേസറാണ്. കണ്ടോ, ഇതും ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല സത്യത്തിൽ. ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലൈക്ക് കമൻറ്റ് ബിലോ. നെക്സ്റ്റ് നമ്മൾ ഈ സംഭവമാണ് എടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഇതെടുക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ G-Wagon. ദിസ് ഈസ് G-Wagon. ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച പീസുകളാണ്. G-Wagon. അടുത്തയാണ് ഇതാണ് നിസാൻ GT-R. ഫ്രണ്ട് വെച്ചിട്ടുണ്ട്. ഓ, കാണുന്നില്ല, ഫോക്കസ് ആവുന്നില്ല ഗൈസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മുടെ ഇനി ഹോട്ട് വീൽസിലെ ലാസ്റ്റ് പീസാണ് ദിസ് വൺ. ഇതാണ് ഐറ്റം, ദ ലാസ്റ്റ് വൺ. ഇതിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മുടെ ഈ ടയറിന് പ്രസ്, ലൈക്ക് വീലിന് ഇങ്ങനെ പ്രസ് വരുമ്പോഴാണ് സംഭവം കേൾക്കുന്നത്. ലൈക്ക് ഇങ്ങനെ നമ്മൾ അമർക്കുമ്പോൾ പ്രസ് വരും. ആൻഡ് ഇവിടുത്തെ ലൈറ്റിൻ്റെ ഓർമ്മയൊക്കെ അടിച്ചു പോയി. ആൻഡ് ദിസ് ഈസ് ഓൾസോ സൂപ്പർ കൂൾ സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഇത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ ഈ ഗെയിമിംഗ് കൺസോൾ. ഇതെന്ന് പറഞ്ഞാൽ അറൗണ്ട് 400+ ഗെയിംസ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് അറൗണ്ട് 6 hours ഇതിൻ്റെ ചാർജ് നിൽക്കുന്നതായിരിക്കും. നമുക്ക് ഈ ഗെയിമിംഗ് കൺസോളിന് നമുക്കൊരു റീചാർജിങ് കേബിളും ഒരു AV കേബിളും നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇത് നല്ല റേറ്റ് കുറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് 400+ ഗെയിംസ്, ലൈക്ക് അത് പണ്ടത്തെ കാലത്തുള്ള ഗെയിംസ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഗെയിമിംഗ് കൺസോൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്തും കളിക്കാം, ലൈക്ക് ഇതിനകത്തും കളിക്കാം. ഇത് നമുക്ക് TV ഒക്കെ കണക്ട് ചെയ്യാൻ, TV-യിലൊക്കെ കണക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. ദിസ് വൺ, ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം പല ടൈപ്പിലുള്ള ഓരോരോ സ്വിച്ചുകൾ നമുക്ക് കാണാം. ആൻഡ് ഇതിനകത്ത് ഇതാണ് അതിൻ്റെ സ്പീക്കർ വരുന്നത്. ഇതാണ് നമ്മൾ കളിക്കുന്ന ബട്ടൺസ്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടും ഉണ്ട് ആൻഡ് ഓൾസോ സെലക്റ്റും ഉണ്ട്. ആൻഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇത് ഓഫും ഓണാണ്. ഇത് ചാർജിങ് പോർട്ടാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ AV കണക്ട് ചെയ്യാൻ പറ്റുന്നത്, മറ്റേ TV ആയിട്ട് കണക്ട് ചെയ്യുന്നില്ലേ, അതിൻ്റെ സംഭവമാണ്. ആൻഡ് ഇവിടെ ഒരു റോൾ പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. ആൻഡ് അത് വരുന്നത് നമ്മുടെ വോളിയം നമുക്ക് കുറയ്ക്കാനും കൂട്ടാനുമായിട്ടുള്ളൊരു ഇതാണ്. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ റെട്രോ ടൈപ്പുള്ള ലൈക്ക് എന്താ
ഓൾഡ് ഗെയിംസാണ്. ഞാനിത് മൊത്തത്തിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ നമുക്ക് ഇവിടുത്തെ ഈ സ്വിച്ചാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇത് നമുക്ക് ഓപ്പൺ ആയി, കണ്ടോ. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു ചൈനീസും കാണിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വോളിയം കുറയ്ക്കാം, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവർ നമുക്ക് ചൈനീസും കാണിക്കുന്നുണ്ട്, ഇംഗ്ലീഷും കാണിക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ചൈനീസ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച്, കണ്ടോ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷ് ഞെക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗെയിംസ് ആണ്. ഇത് ഫുൾ ഗെയിംസ് ആണ്. ഞാൻ സ്റ്റാർട്ട് കാണിച്ചു തരാം, കണ്ടോ. ഇത് ഒരുപാട് 400+ ഗെയിംസ് ഉണ്ട്. 400 കിടപ്പുണ്ട് ഗെയിംസ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഇതിനകത്ത്. ഇത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഈ സെയിം സ്വിച്ച് തന്നെ ഇതിനകത്ത് അവൈലബിൾ. സെലക്റ്റും സ്റ്റാർട്ട്, പിന്നെ ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്, ആ സൈഡിലോട്ട് പോകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് കൺസോളും നമ്മുടെ ഹോട്ട് വീൽസുകളും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. ഈ സംഭവം കാര്യമായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. ഓക്കെ, ബൈ ബൈ.